ഹലോ മുഞ്ചത്തീസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി കാണണേ. അപ്പോളേ ഇത് കാണുന്ന മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഒത്തിരി നിങ്ങൾ കണ്ട് വരുന്ന ഫോളോവേഴ്സുണ്ട്, നോൺ ഫോളോവേഴ്സുണ്ട്. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ എല്ലാവർക്കും ഒരു ഹായ് പറയുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്നൊരു സംതിങ് സ്പെഷ്യൽ ഡേ ആണ്, കാരണം തേഴ്സ്ഡേ ആണ്. ഞങ്ങളുടെ വീട്ടിലൊരു തങ്ങൾ വരുന്നുണ്ട്, വലിയ ഉസ്താദ് തങ്ങൾ, മുസ്ലിങ്ങൾക്ക് അറിയായിരിക്കും. അതെങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ മോളെ അക്ഷരം എഴുതിപ്പിക്കുകയാണ്, എൻ്റെ ഏറ്റവും ഇളയ മോളെ. ഞങ്ങൾ നേഴ്സറി വിട്ടതാണ്, പക്ഷെ അക്ഷരം ഇപ്പോഴാണ് എഴുതിക്കുന്നത്. അപ്പോൾ തങ്ങളെ കൊണ്ടൊക്കെ അക്ഷരം എഴുതിപ്പിക്കുന്ന ഒരു ഭാഗ്യമല്ലേ. അൽഹംദുലില്ലാ, ഞാൻ അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ഇപ്പോൾ രാവിലത്തെ നമ്മുടെ ഫുഡായിരുന്നു നമുക്കുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ചോറും മെഴുക്കുവരട്ടിയും പരിപ്പും ഇറച്ചിക്കറിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ തങ്ങൾക്ക് ഉസ്താദിന് കൊടുക്കാൻ നമ്മൾ ഒറോട്ടി വെച്ചാൽ പത്തിരിയും ചപ്പാത്തിയും ചിക്കൻ കറിയും മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും സലാഡും പഴവും ചായയും അങ്ങനെയൊക്കെയാണ് ആക്കുന്നത് കേട്ടോ. അത് ആദ്യമേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വലിയ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേ ചിക്കൻ കറി ഉണ്ടാക്കും. സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ മസാലസ് പറയാം. ഞാൻ സവാളയും കൊച്ചുള്ളിയൊക്കെ ഇട്ട്, കൊച്ചുള്ളി ഇച്ചിരി അധികം ഇടും. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഞാൻ പേസ്റ്റ് ചെയ്താണ് എണ്ണയ്ക്കകത്തോട്ട് മൂപ്പിക്കുന്നത്. ഈ ജീരകം ഇടും, കടുക് ഇടും. പിന്നെന്താ മസാലകൾ, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ സാധാ മുളക് പൊടി ഞാൻ ഇടത്തില്ല എരിയുടെ കാരണം. പിന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഉസ്താദിന് കൊടുക്കുക ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി അതിൻ്റെ ഇച്ചിരി 3.5 സ്പൂണുണ്ട്. പിന്നെ മല്ലിപ്പൊടി, അങ്ങനെ മുളക് പൊടി കാണണമല്ലോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഞാൻ അപ്പം മസാല നല്ലപോലെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ട് നല്ല മണമുണ്ട്, ടേസ്റ്റും ഉണ്ട്. പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാല, അങ്ങനെ എല്ലാ മസാലകളും കാണിക്കുന്നുണ്ടല്ലോ, അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂൺ വന്നു, കൊറിയർ വന്നായിരുന്നു, പക്ഷേ അത് ഞാൻ കാണിക്കുന്ന മുമ്പ് എൻ്റെ മക്കളത് പൊട്ടിച്ച് കഴിഞ്ഞു. പിന്നെ കാണിക്കൊന്നുമില്ലല്ലോ, ട്രെൻഡിങ് സ്പൂൺ നല്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണാനും ഭംഗിയാണ്. നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിക്കുമല്ലോ. പിന്നെ ഈ വിളക്കുണ്ടല്ലോ, അത് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. നല്ലൊരു മണം, ഒരു പോസിറ്റീവ് എനർജി നമ്മൾ പാചകമൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ. അപ്പോൾ ഇത് ഈവനിങ് ആയി, ഞങ്ങൾ പത്തിരി ഉണ്ടാക്കുകയാണ്. നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം. ഞാനിങ്ങനെ പത്തിരിക്കകത്തോട്ടേ കുറച്ച് മൈദ ഇടും. ഇത് മൈദയും കൂടെ മിക്സ് ചെയ്ത പൊടിയാണ്. എന്നിട്ട് തിളച്ച വെള്ളത്തിനകത്തോട്ട് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതിനകത്ത് നല്ല തിളച്ച വെള്ളത്തിനകത്തോട്ട് ഞാൻ മാവിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. അപ്പോൾ ഇത് ഉമ്മയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നല്ല ചൂടായിരുന്നു. അപ്പോൾ ഉമ്മി നല്ലപോലെ മിക്സ് ചെയ്യും. നല്ലപോലെ നമ്മൾ കുഴയ്ക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പത്തിരി ശരിയായി വരില്ല. അതുപോലെ മൈദ ഇടാൻ മറക്കരുത്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ മൈദ ഇടുന്നത് ഏറ്റവും നല്ലതാണ്, പൊടിഞ്ഞു പോകത്തില്ല, സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഉമ്മി പ്രസ്സി പരത്തിയിട്ട് ഞാൻ ചുടും. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. ആദ്യം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ട. പിന്നെ എൻ്റെ കുഞ്ഞുമ്മായും ഉണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ, അതിടയ്ക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ഉമ്മി പറഞ്ഞു മുടി കെട്ടി വെക്കാൻ. എന്നിട്ട് ഞാൻ കെട്ടി വെച്ചില്ല. എനിക്ക് ഈ മുടി കെട്ടി വെക്കുന്നത് വല്ലാത്തൊരു അലർജിയാണ്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കൊണ്ട് കെട്ടി അല്ലെങ്കിൽ സ്ലൈഡ് കുത്തി വെക്കും. ഞാൻ മിക്കവാറും വെളിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ ചുമ്മാ ഇടുക, ജസ്റ്റ് ഒന്ന് ചീവി ഇടുക, വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല അല്ലേ. അങ്ങനെ ഞാൻ റോട്ടി 2 പാനിലാണ് ചുടുന്നത്, എന്നാലല്ലേ നമുക്ക് തീരത്തുള്ളൂ. ഒത്തിരി ഉണ്ട്, ഈ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാം എത്രയൊക്കെ ഉണ്ട്, എത്രയൊക്കെ പാത്രങ്ങളിലുണ്ടെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുക. എല്ലാം ഒന്ന് പറയാൻ ചിലപ്പോൾ വിട്ടുപോകുമായിരിക്കും, അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുന്നത്. ഞാൻ മുടി കെട്ടി വെച്ചു. ലാസ്റ്റ് ഉമ്മി വഴക്ക് പറഞ്ഞു മുടി കെട്ടി വെക്കില്ലെങ്കിൽ ഉസ്താദ്മാർ കൊടുക്കണ്ടേ. ഇതാണ് എൻ്റെ കുഞ്ഞുമ്മ. അപ്പോൾ ഉമ്മി ഒക്കെ ഉണ്ടാക്കി പ്രസ് ചെയ്ത് പറഞ്ഞപ്പോൾ കുഞ്ഞുമ്മ എനിക്ക് പ്രസ് ചെയ്ത് തന്നു, ഞാൻ ചുടുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ കുഞ്ഞുമ്മ അതാണ്ട് ഫ്രൈ ആക്കുന്നു. ഇതൊക്കെയാണ് ഒറോട്ടി. ഒരു 3 പാത്രം നിറച്ചുകൊണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്, ഒരു 2-3 കവർ നമ്മളെടുത്തു. പിന്നെ സലാഡുണ്ട്. അങ്ങനെ ഉസ്താദൊക്കെ പോയി. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അക്ഷരമൊക്കെ എഴുതിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. ബൈ. ഓക്കെ ബൈ പറഞ്ഞ് പോവില്ല. ഇതാണ് എൻ്റെ കുഞ്ഞിനെ എഴുതിച്ചത് ഉസ്താദ്. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.